ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഉയിർപ്പ് കാലത്തിൻ്റെ 4-ാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ്. 2-3 പ്രധാനപ്പെട്ട ചിന്തകൾ ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, ലോകവും ദൈവവും തമ്മിലുള്ള പ്രത്യേകത അല്ലെങ്കിൽ വേർതിരിവ്. ലോകം ദൈവികമായ ചിന്തകൾക്ക് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് അതിൻ്റെ സ്വാധീനമുണ്ടാകുമെന്ന് യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട്. തിന്മയുടെ സ്വാധീനമാണ് ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ലോകത്തിൽ ആയിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ വേണമെങ്കിലും തിന്മ നമ്മളെ സ്വാധീനിക്കാം. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കണം, ഒരു നൂൽപ്പാലത്തിലൂടെ കടന്നു പോകുന്നത് പോലെ എന്ന് കർത്താവ് പരോക്ഷമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് കരുതലോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയും ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവോന്മുഖരായി ജീവിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവികരായ മനുഷ്യരായി ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ലോകമെപ്പോഴും മനുഷ്യനെ തിന്മയുടെ സ്വാധീനത്തിലേക്ക് വലിച്ചഴിക്കുവാൻ പ്രേരണ നൽകിക്കൊണ്ടേയിരിക്കും. എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ തിന്മയിൽ വീണു പോകാതെ സ്രഷ്ടാവായ ദൈവത്തോട്, പരമ കാരുണികനായ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് മനുഷ്യരെല്ലാവരും എന്ന ബോധ്യം നമുക്കുണ്ടാകണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ലോകവും ദൈവവും തമ്മിൽ നല്ല അന്തരമുണ്ട്. മനുഷ്യൻ ലൗകികരായി ജീവിക്കേണ്ടവരല്ല, മറിച്ച് ആത്മീയരായി ദൈവികരായി ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് ആ ദൈവോന്മുഖമായ ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായി, ദുഃഖവും സന്തോഷവും. ഈ ഒരു ആശയം കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ദുഃഖിക്കുന്നവർ നാളെ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കുമ്പോൾ ലോകം സന്തോഷിക്കും എന്ന് കർത്താവ് പറയുമ്പോൾ ശിഷ്യന്മാരും ലോകത്തിൽ ജീവിക്കുന്നവരും തമ്മിൽ അന്തരമുണ്ട് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ശിഷ്യന്മാര് ലൗകായതികരെ പോലെ ജീവിക്കേണ്ടവരല്ല, മറിച്ച് ശിഷ്യന്മാര് ലോകത്തിൽ ജീവിച്ച് ലോകത്തിൻ്റെതല്ലാതായി ജീവിച്ച് ദൈവത്തിൻ്റെതായി ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ദുഃഖിക്കുമ്പോൾ ലോകം സന്തോഷിക്കും. നിങ്ങളുടെ ദുഃഖത്തിന് കാരണം എന്താണ്? കർത്താവ് പറയുന്നു, എൻ്റെ വേർപാടാണ്. ഈശോ അതേ ലോകത്തിൽ നിന്നും പിതാവിൻ്റെ പക്കലേക്ക് കരയേറുകയാണ്, പോകാൻ ഒരുങ്ങുകയാണ്. ആ ഒരുക്കത്തെക്കുറിച്ചുള്ള സൂചനയാണിവിടെ. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. കർത്താവിൻ്റെ വേർപാട് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒരു അനുഭവമാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ആ വേദന ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്ന് കർത്താവ് പറയുമ്പോൾ ഉദ്ധിതനായ മിശിഹായുടെ ഉത്ഥാനാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ നൽകുന്നത്. ഉയിർപ്പ് കാലമാണല്ലോ. ഉത്ഥാനത്തിന് ശേഷം ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ശിഷ്യൻ. ആ വിശ്വാസി അല്ലെങ്കിൽ ശിഷ്യൻ അല്ലെങ്കിൽ ഒരു ശിഷ്യൻ വിശ്വാസിയായി തീർന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസി ശിഷ്യനായി തീർന്നുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് ഉത്ഥാനാനന്തര ജീവിതത്തോട് നമ്മൾ താദാത്മ്യം പ്രാപിക്കുകയാണ്. ഈശോയോട് ചേർന്ന് ജീവിക്കുന്നവൻ പിതാവിനോട് ചേരുവാൻ വിളിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ നിയോഗിക്കപ്പെടുകയാണ്. ഈശോയെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് ഫിലിപ്പോസിനോട് കർത്താവ് മറുപടി പറയുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഈശോ മഹത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വലിയ ആനന്ദത്തിൻ്റെ, വലിയ സന്തോഷത്തിൻ്റെ അനുഭവമായി ശിഷ്യന്മാർക്ക് മാറും എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്നുണ്ടാകുന്ന ദുഃഖങ്ങളെ ഓർത്ത്
പരിതപിക്കേണ്ടവരല്ല നമ്മളെല്ലാവരും, മറിച്ച് അതിനപ്പുറത്തേക്ക് ദൈവികമായ ഒരു സന്തോഷം കർത്താവ് നമുക്കായി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മളെപ്പോഴും സന്തോഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഉറപ്പിച്ച് പറയുന്നത്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. മനോഹരമായ ഒരു ഉദാഹരണവും കൂടി കർത്താവ് പറയുന്നുണ്ട്. ഒരു സ്ത്രീക്ക് പ്രസവ വേദന വരുമ്പോൾ അവരുടെ സമയമെടുത്തു എന്നോർത്തവൾ വേദനിക്കുന്നു, ദുഃഖിക്കുന്നു. എന്നാൽ ഒരു ശിശുവിന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് ആ സന്തോഷം കൊണ്ട് അവൾ ആ ദുഃഖത്തെ മറക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, അതുപോലെ വലിയ ഒരു നന്മയിലേക്കുള്ള പ്രവേശനത്തിന് കർത്താവ് നമുക്ക് ഉറപ്പ് നൽകുകയാണ്. നിസ്സാരമായുള്ള ദുഃഖങ്ങളെ ഓർത്ത് നമ്മൾ പരിതപിച്ച് കഴിയേണ്ടവരല്ല, മറിച്ച് വരാനിരിക്കുന്ന നിത്യ ആനന്ദം, നിത്യ സന്തോഷത്തെ ഓർത്ത് പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങേണ്ടവരാണെന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായി ഒരാശയം കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പിതാവ് നിങ്ങൾക്ക് തരും. അതെ, നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഈ ലോകത്തിലായിരുന്നു കൊണ്ട് പ്രാർത്ഥനാനിരതമായ ജീവിതം നയിച്ച് ദുഃഖത്തെ സന്തോഷമായി പകർത്തി ഈശോയോട് പ്രാർത്ഥനാനിരതമായ ജീവിതം നയിക്കുമ്പോൾ അത് വലിയ ദൈവാനുഭവത്തിന്റെ അടയാളം, അനുഭവം നമുക്ക് നൽകുമെന്ന് കർത്താവ് ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഈശോയുടെ നാമത്തിലായിരിക്കട്ടെ. ഈശോയുടെ നാമം അത്രമാത്രം പവർഫുള്ളാണ്, അത്രമാത്രം ശക്തി ഉറ്റതാണ്. അപ്രകാരം ആ ശക്തി ഉറ്റ ഈശോയുമായുള്ള ബന്ധത്തിൽ വളരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ സമയാസമയങ്ങളിൽ കർത്താവ് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ ഈശോയുടെ നാമത്തിലായിരിക്കട്ടെ. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 2-3 ആശയങ്ങൾ നമുക്ക് ഈ ആഴ്ചയിൽ ധ്യാനാത്മകമാക്കാം. ഉദ്ധിതനായ മിശിഹ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.